എന്താ വലിച്ചു കയറ്റി? പിന്നെ അല്ലാതെ ജോലിക്ക് പോയിട്ട് 3-4 മാസമായി. പട്ടിണി കിടന്നിട്ട് എന്റെ പുക്കിൽ വരെ നോക്കാൻ എനിക്ക് നാണമായിട്ടിരിക്കുക. എവിടെയെങ്കിലും പോകണമെങ്കിൽ സ്വന്തമായിട്ട് കാശുണ്ടാക്കി പോകണം. എടാ നീ എന്താ ഈ പറയുന്നേ? എടാ പൊട്ടങ്കുണാപ്പാ, അതിന് കാശൊന്നും വേണ്ടാന്ന്. വേണ്ടേ? ട്രെയിൻ ടിക്കറ്റ് എടുക്കണോ? ആ. മലയ്ക്ക് പോണോ? ഏത് മലയ്ക്ക്? മഞ്ഞുമലയ്ക്ക്. ആരൊക്കാണ്? സ്വാമി കമ്പിളി പുതപ്പ് വേണോ? ആ. നിനക്ക് കാശ് വേണ്ടായോ? അയ്യവാ കാച്ചേര്. കുണുമണാളിയില്ലേ ടൂറ് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഈ പറമ്പിൽ എവിടെ ഇല്ലെന്ന് സമാധി ഇരിക്കണമെന്നാ പറഞ്ഞു. അതിനല്ലേ നിങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കി തന്നേക്കുന്നത്? ഇവിടെ കക്കൂതി പോകുന്ന കാര്യം എന്നാ പറഞ്ഞേ. പിന്നെ ഈ പറമ്പിന്റെ മൂലയ്ക്ക് എവിടെ ഇല്ലെങ്കിൽ സമാധി ഇരിക്കണമെന്ന്. ഇതിലെവിടെ അച്ഛാ പറമ്പ്? നിങ്ങളൊന്ന് മുറുക്കിട്ട് നീട്ടി തുപ്പിയ മോനച്ചന്റെ അടുക്കള ചെല്ലത്തിൽ ഈ തുപ്പല് എങ്ങനെ പറയാൻ തോന്നുന്നു? പറമ്പ് പണമ്പേ. ഇടാ ഇവനെ കൊണ്ട് എടാ എന്നെ ഈ മൂലയ്ക്കാണോ ഒന്ന് സമാധിയായി ഇരുത്തണോന്ന് ഞാൻ പറഞ്ഞു. അച്ഛ ഈ സമാധി എന്നാ ചെയ്യിച്ചാലും കേട്ടിട്ട് തന്നെ കൊതി വന്നല്ലേ? എടാ ഇത് ഞാൻ അപ്പാപ്പ ഒന്നും അല്ല. എടാ ഞാൻ എവിടെ നിന്ന് ചെന്നിരിക്കും. അപ്പൊ നീ ചുറ്റിന് 5-6 കട്ടയൊക്കെ വെച്ച് കെട്ടി ആ സിമെന്റ് ഒക്കെ ഒന്ന് പൂശി ഇത് കളറാക്കി തരണം. അപ്പൊ തന്തയ്ക്ക് സ്വന്തമായിട്ടൊരു മുറി വേണം. കഴിഞ്ഞ 4 കൊല്ലം ഞാൻ പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ട് അന്നൊരു വീട് കിട്ടിയേ. അതിന്റെ പണി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഒരു മുറി ഇറക്കി തരത്തില്ലായിരുന്നോ തന്റെ? ഇവൻ എന്റെ വിത്ത് തന്നെയാണോ? ആ തന്തയുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ നിർത്താം. അവിടെ മതിയോ? എടാ അവിടെ വെയിലാന്ന്. വെയിലോ? എടാ വെയിൽ കൊണ്ട് എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ കൂടും. നിനക്കറിയോ? അതൊന്നും സാരമില്ല. ഞാൻ എന്റെ ഗുളി എന്റെ കൊടുത്ത് ഞാൻ കിട്ടേക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് അങ്ങ് തിന്നാ മതി. അത് കൊള്ളാം, നല്ല പരിപാടിയല്ലേ. അവിടെ 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 ഉറപ്പിച്ചേര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചുരിദാർ ഇട്ട ഒറ്റ എണ്ണത്തിന് ആ ചെത്തിയെ മുറ്റത്ത് കയറ്റിയേക്കരുത്. അവിടെ പണ്ടേ എനിക്ക് ചുരിദാർ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ആണോ? എന്നൊരു കാര്യം ചെയ്താലോ? അച്ഛന്റെ അപ്പുറത്ത് ഞാനോട് അങ്ങ് സമാധി ആയാലും. അതെന്തിനാ? അതപ്പോ അച്ഛനെ പോലെ വേലയ്ക്കും കൂലിക്കും എനിക്കും പോകണ്ടല്ലോ. അത് കൊള്ളാലോ, നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിലേ കുടുംബത്തിലൂടെ ഒന്ന് ആലോചിച്ചാലോ? യെസ്. ചിലപ്പോ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിലോ? ശരിയാ അമ്മേ. ഞാൻ ചുമ്മാ പറഞ്ഞു. ദൈവമേ ഇതിപ്പോ ആ പെണ്ണുപിള്ള അറിഞ്ഞ എന്നെ സമാധിയാക്കുമല്ലോ.